ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐ+ ട്രേഡിംഗ് സൊല്യൂഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പ് 10 ബുക്സ് ആൻഡ് ഇറ്റ്സ് ഓതേഴ്സിനെയാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ബുക്കുകൾ, അതുപോലെ തന്നെ ആ ബുക്കുകൾ എഴുതിയതാരാണ്. ഓക്കെ, പ്ലേസ്, പോയട്രി, അതുപോലെ തന്നെ നോവൽസ് എന്നുള്ള കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ ഈ 10 ബുക്കുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ബുക്കുകളായിരിക്കും, എന്നാൽ ആ ബുക്കിനകത്ത് വരുന്ന തീം എന്താണെന്ന് വളരെ ഷോർട്ട് ടൈമിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്തും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. വില്യം ഷേക്സ്പിയർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേമസ് എവർഗ്രീൻ ഡ്രമാറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡ്രമാറ്റിസ്റ്റ് ഓഫ് ഓൾ ടൈം പീരീഡ് എന്ന് വിശേഷണമുള്ള റൈറ്റർ ആണ് അല്ലേ. സോ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ് 2 നാടകങ്ങളാണ്, ഹാംലെറ്റും മാക്ബത്തും. അതുപോലെ തന്നെ 154 സോണറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ. ദ അൺഡിസ്പ്യൂട്ടഡ് മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ, എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ നേച്ചേഴ്സ് ഡെപ്ത്സ് അല്ലേ. ഹ്യൂമൻ നേച്ചറിൻ്റെതായിട്ടുള്ള ഡെപ്ത് ഒക്കെ അനലൈസ് ചെയ്യുന്ന, അതിനൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള റൈറ്ററാണ് വില്യം ഷേക്സ്പിയർ. ആൻഡ് ദ സെക്കൻഡ് റൈറ്റർ ഈസ് ജോൺ മിൽട്ടൺ അല്ലേ. ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും മാറിയിട്ടുണ്ട് അല്ലേ. പാരഡൈസ് ലോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം അത് 10 ബുക്കുകളായിരുന്നു, പിന്നീട് 12 എന്ന നമ്പറിലേക്ക് അതിനെ എൻലാർജ് ചെയ്ത് കൊണ്ടുപോയി അല്ലേ. ആൻ എപ്പിക് പോം ഫൗണ്ടേഷണൽ ടു ഇംഗ്ലീഷ് വേഴ്സ്. അടുത്ത നമ്മുടെ വില്യം വേൾസ്വർത്തിനെയും കീറ്റ്സിനെയും കോളറിഡ്ജിനെയും കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഇവർ പ്രധാനപ്പെട്ട റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. കീ ഫിഗേഴ്സ് ഓഫ് റൊമാൻറ്റിക് എറ ഫോക്കസിങ് ഓൺ നേച്ചർ ആൻഡ് ഇമോഷൻ അല്ലേ. കീറ്റ്സ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഐഡിയ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേൾസ്വർത്തും കോളറിഡ്ജും പോപ്പുലർ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ലിറിക്കൽ ബാലഡ്സ് തയ്യാറാക്കിയത് വേൾസ്വർത്തും കോളറിഡ്ജും ചേർന്നിട്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോവൽ കാറ്റഗറിയിലേക്ക് ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ജെയിൻ ഓസ്റ്റൻ ഉണ്ട്, ചാൾസ് ഡിക്കൻസ്, എമിലി ബ്രൗണ്ടെ, ഒപ്പം തന്നെ നമ്മുടെ ജോർജ് ഏലിയറ്റ്, മേരി ആൻ ഇവാൻസ് എന്നാണ് റൈറ്ററിന്റെ റിയൽ നെയിം വരുന്നത്, വിർജീനിയ വുൾഫ്, അതേപോലെ തന്നെ ജോർജ് ഓർവെൽ. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ജെയിൻ ഓസ്റ്റനെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ്, എമ്മ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇനി റൈറ്റർ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് റൈറ്റർ ഈസ് ആക്ച്വലി നോൺ ആസ് ദ മദർ ഓഫ് ഡൊമസ്റ്റിക് നോവൽസ്. ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് നോവൽസിന്റെ മദർ എന്നാണ് നമ്മുടെ ജെയിൻ ഓസ്റ്റൻ അറിയപ്പെടുന്നത്. ആൻഡ് ഓൾസോ യു ക്യാൻ സി ചാൾസ് ഡിക്കൻസ് അല്ലെ. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസും ടെയിൽ ഓഫ് 2 സിറ്റീസും ഒക്കെ തന്നെ ഡിക്കൻസിന്റെ പുസ്തകങ്ങളാണ്. വിവിഡ് പോർട്രൈറ്റ്സ് ഓഫ് വിക്ടോറിയൻ സൊസൈറ്റി ആൻഡ് ഇറ്റ് സ്ട്രഗിൾസ് അല്ലെ. വിക്ടോറിയൻ സൊസൈറ്റിയുടേതായിട്ടുള്ള പോർട്രൈറ്റ്സും അതിന്റെ സ്ട്രഗിൾസും ഒക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് റൈറ്ററിന്റെ പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് സർക്കുലേഷൻ നടന്ന ബുക്കാണ്. ടെയിൽ ഓഫ് 2 സിറ്റീസും അതുപോലെ തന്നെയാണ്. കാരണം അത്രയും ആഴത്തിൽ എന്തായിരുന്നു നമ്മുടെ വിക്ടോറിയൻ സൊസൈറ്റി അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അന്നത്തെ കാലഘട്ടം അല്ലെ. അതായത് സയൻസും റിലീജനും ഒക്കെ തമ്മിൽ ഒരുപാട് കോൺട്രവേഴ്സീസും ഡിലേമാസും ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന സമയമാണ് അല്ലെ. അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ തന്നെയും കൃത്യമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് എമിലി ബ്രോണ്ടെ എന്ന റൈറ്ററാണ്. എമിലി ബ്രോണ്ടെ കുറിച്ച് പറയാനാണെങ്കിൽ വിതറിംഗ് ഹൈറ്റ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. എ ഡാർക്ക്, പാഷനേറ്റ് ആൻഡ് എൻഡ്യൂറിംഗ് നോവൽ അല്ലെ. അപ്പൊ എമിലി ബ്രോണ്ടയുടെ വിതറിംഗ് ഹൈറ്റ്സ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഡാർക്ക്, പാഷനേറ്റ് ആൻഡ് എൻഡ്യൂറിംഗ് നോവൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ജോർജ് ഏലിയറ്റ് ആണുള്ളത്. ജോർജ് ഏലിയറ്റ്സ് റിയൽ നെയിം ഈസ് ആക്ച്വലി മേരി ആൻ ഇവാൻസ്. ജോർജ് ഏലിയറ്റ് എന്നുള്ളത് റൈറ്റർ യൂസ് ചെയ്ത ഒരു പെൻ നെയിം ആണ്. മിഡിൽ മാർച്ച് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ് ആൻഡ് മൊറാലിറ്റി. ഓക്കെ, എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ് ആൻഡ് മൊറാലിറ്റി, അതാണ് ശരിക്കും ഈ വർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി വിർജീനിയ വൂൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മിസ്സസ് ഡാലവേ എന്ന് പറയുന്ന വർക്ക് ഉണ്ട്. ടു ദ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഓക്കെ, മിസ്സസ് ഡാലവേയും ടു ദ ലൈറ്റ് ഹൗസും ആണ് സിഗ്നിഫിക്കൻറ്റ് വർക്ക്സ്. എ പോയനിയർ ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് അല്ലെ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്സ് ഒക്കെ എഴുതുന്നതിലും അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നതിലൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ്. ജോർജ് ഓർവെൽ 1984, അനിമൽ ഫാം ഒക്കെയാണ് പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത്. ഡിസ്റ്റോപ്പിയൻ ക്ലാസിക്സ്, വാർണിംഗ് അഗെയിൻസ്റ്റ് ടോട്ടലിറ്റേറിയനിസം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് JRR ടോൾക്കിൻ അല്ലെ. JRR ടോൾക്കിൻ ലോർഡ് ഓഫ് ദ റിങ്സ് എഴുതിയിട്ടുള്ള റൈറ്ററാണ്. എപ്പിക് ഫാന്റസി കോർണർ സ്റ്റോൺ ആണ് റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 10 റൈറ്റേഴ്സും അവരുടെ ഒന്നിൽ കൂടുതൽ വർക്കുകളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ടോപ്പ് 10 റൈറ്റേഴ്സിനെയും അവരുടെ റൈറ്റിംഗ്സിനെയും നമ്മൾ സ്റ്റഡി ചെയ്തു. ഇതൊക്കെ തന്നെ സെറ്റ് പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ വലിയ ലോങ് ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കണ്ടെത്താൻ സാധിക്കുന്ന ഷോർട്ട് ഹിൻസും ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. താങ്ക് യു സോ മച്ച്.